ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൈവ് സ്ട്രീം യൂട്യൂബ് ഡിസേബിൾഡ് ആക്കും. അത് ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കായിരിക്കും, ചിലപ്പോൾ പെർമനന്റ് ആയിട്ട് ഡിസേബിൾഡ് ആക്കും. 22 ജൂലൈ 2025 മുതൽ യൂട്യൂബ് ഈ ഒരു അപ്ഡേഷൻ നിലവിൽ കൊണ്ടുവരുന്നതാണ്. ഈ ഒരു അപ്ഡേഷൻ എന്താണെന്ന് പറയാം. അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. യൂട്യൂബിൽ വരുന്ന പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസ് ഒക്കെ കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇനി എന്താണ് ഒരു അപ്ഡേഷൻ എന്ന് പറയാം. നിലവിൽ യൂട്യൂബ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ലൈവ് സ്ട്രീമുകളെയാണ്. ഇന്ന് ഒത്തിരി ക്രിയേറ്റേഴ്സ് തുടർച്ചയായിട്ട് ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നുമുണ്ട്. ഷോർട്സ് വീഡിയോ വഴിയും നോർമൽ ലൈവ് വഴിയൊക്കെ നമുക്ക് ലൈവ് സ്ട്രീമുകൾ കാണാൻ കഴിയുന്നുമുണ്ട്. ഇപ്പോൾ നിലവിലെ ഗൈഡ് ലൈൻ അനുസരിച്ച് 12 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നേരത്തെ ലൈവ് സ്ട്രീമുകൾ ചെയ്യാമായിരുന്നു. എന്നാൽ ഇപ്പോൾ വരാൻ പോകുന്ന അപ്ഡേഷൻ അനുസരിച്ച് ഇനി മുതൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയില്ല. നമുക്ക് അങ്ങനെ ലൈവ് സ്ട്രീമുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഓണറായ മുതിർന്ന ഒരാളും കൂടെ ആ ഒരു ലൈവില് വിസിബിൾ ആയിരിക്കണം. അതായത് 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ പേരിലാണ് യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇനി നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഉപയോഗിക്കുന്നത് എങ്കിലും അവര് ലൈവ് സ്ട്രീം ചെയ്യുകയാണ് എങ്കിലും ആ സമയത്ത് നിങ്ങളും കൂടെ അവരൊപ്പം ഉണ്ടായിരിക്കണം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നത് എങ്കിൽ 22 ജൂലൈ 2025 ശേഷം ഇത് യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ലൈവ് സ്ട്രീമിന്റെ ചാറ്റ് യൂട്യൂബ് ഡിസേബിൾഡ് ആക്കും. ചിലപ്പോൾ നിങ്ങളുടെ ലൈവ് സ്ട്രീം തന്നെ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്യും. ചിലപ്പോൾ ലൈവ് സ്ട്രീമിന്റെ ഓപ്ഷൻ കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബ് ഡിസേബിൾഡ് ചെയ്യും. വീണ്ടും പലതവണ നിങ്ങൾ ഈ ഒരു തെറ്റ് ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർണിംഗ് സ്ട്രൈക്കോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കോ വരെ യൂട്യൂബ് തരാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ എല്ലാ ഗൈഡ് ലൈനും പാലിച്ചുകൊണ്ടാണ് ലൈവ് സ്ട്രീം ചെയ്യുന്നുവെങ്കിൽ എന്നിട്ടും യൂട്യൂബ് നിങ്ങളുടെ ലൈവ് സ്ട്രീം ഡിസേബിൾഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാനായിട്ട് സാധിക്കും. അപ്പീലിലൂടെ നമുക്കത് വീണ്ടെടുക്കാനും സാധിക്കും. ലൈവ് സ്ട്രീമുകൾ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അപ്ഡേഷനാണിത്. അപ്പോൾ നിങ്ങൾ ഇനി ലൈവ് സ്ട്രീമുകൾ ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ പാലിച്ചുകൊണ്ട് ലൈവ് സ്ട്രീമുകളും വീഡിയോയും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.